ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലൂസ് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ നിന്ന് ദൈവസഭയുടെ ചില ചിത്രങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് ഇവിടെ ഓർപ്പിക്കുവാൻ ദൈവസ്ഥലം ഞാൻ ആഗ്രഹിക്കുകയാണ്. 8 ചിത്രങ്ങളാണ് പൗലോസ് ഈ 2-ാം അധ്യായത്തിൽ ദൈവസഭയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 1, ദൈവത്തിന്റെ ഭവനം. 2, ദൈവത്തിന്റെ ഭണ്ഡാരം. 3, ദൈവത്തിന്റെ സൈന്യം. 4, ദൈവത്തിന്റെ ഒരു കൂട്ടുപ്രവർത്തനം. 5, ദൈവത്തിന്റെ തോട്ടം. 6, ക്രിസ്തുവിന്റെ ശരീരം. 7, ദൈവത്തിന്റെ പാഠശാല. 8, ദൈവത്തിന്റെ കുടുംബം. ഇങ്ങനെ 8 വ്യത്യസ്ത ചിത്രങ്ങൾ ദൈവസഭയെ സംബന്ധിച്ച് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 ചിത്രങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഈ 4 ചിത്രങ്ങൾ നമ്മുടെ പഠനത്തിന് ഏറെ സഹായകരമായിരിക്കും. ആദ്യമായി പറയുന്നത് ദൈവത്തിന്റെ ഭവനം എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ്: എന്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയിൽ ശക്തിപ്പെടുക. ഇവിടെ തിമോത്തിയോസിനെ പൗലോസ് സംബോധന ചെയ്യുന്നത് എന്റെ മകനെ, മൈ സൺ എന്നാണ്. ആ വാക്യാംശത്തിൽ നിന്ന് പൗലോസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്റെ മകനെ എന്ന് പറയുമ്പോൾ ഒരു പിതൃപുത്ര ബന്ധം പൗലോസ് തിമോത്തിയോസുമായി ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് തെളിയുകയാണ്. അതെങ്ങനെയെന്ന് ഞാൻ സൂചിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ വളരെ വ്യക്തതയോടെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഈ തിമോത്തിയോസ് വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായത് പൗലോസാണ്. സുവിശേഷത്തിന്റെ സത്യവചനം പൗലോസ് തിമോത്തിയോസിനോട് അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് അവൻ ദൈവ ഭവനത്തിന്റെ അംഗമായി തീരുവാൻ ഇടയായി തീർന്നത്. ഇത് 1 കൊരിന്ത്യർ 4:15 പൗലോസ് പറയുന്നു. എഫേസ്യർ 2:19 ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ വാസ്തവത്തിൽ ഹൗസ് ഹോൾഡ്, ഭവനം എന്നാണ് പൗലോസ് സംബോധന ചെയ്തിട്ടുള്ളത്. ദൈവസഭയെ ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തിൽ പ്രാദേശിക സഭ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ക്ലബല്ല. ഒരു ക്ലബാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ക്ലബ്ബ് പോലെ കരുതുന്ന ആളുകളുണ്ട്, ക്ലബിനെ പോലെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. ദൈവസഭ അത് വിശ്വാസികളുടെ ഒരു ക്ലബല്ല, മറിച്ച് വായിക്കുന്നത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും അന്യോന്യമുള്ള കൂട്ടായ്മയ്ക്കും സാക്ഷ്യത്തിനും പരസ്പര സ്വീകരണത്തിനും സഹകരണത്തിനുമുള്ള ഒരാത്മീയ കുടുംബമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഈ കാലഘട്ടം വന്നപ്പോൾ ദൈവവചനം നിഷ്കർഷിക്കുന്ന ഈ പറയപ്പെട്ട നിലയിലുള്ള ആരാധനയുടെ ക്വാളിറ്റി, പരസ്പരമുള്ള കൂട്ടായ്മയുടെ നിർമ്മലത, അതുപോലെ പരസ്പര സഹകരണം, ഇതൊക്കെ ആത്മീയ കൂടിവരവുകളുടെ സത്യസന്ധതയില്ലായ്മ, ഇതൊക്കെ നിമിത്തം ഒരു ക്ലബ് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് പല പ്രാദേശിക സഭകളും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ദൈവവചനം പറയുന്ന ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിപ്പാനും അതുപോലെ കർത്താവിന് അന്യോന്യമുള്ള കൂട്ടായ്മ ആചരിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും സാക്ഷിപ്പാനും സുവിശേഷീകരിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെയായി ദൈവം വെച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്, ബന്ധമാണ്. ആ കുടുംബത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന അനുമതി വീണ്ടും ജനന അനുഭവത്തിലൂടെയാണ് ഒരാൾക്ക് ലഭിക്കുക. ആർക്കും പ്രാദേശിക സഭയുടെ അംഗമാകാൻ കഴിയില്ല. എന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക്
പ്രാദേശിക സഭയുടെ അംഗമായി തീരാൻ കഴിയും. ആ ഊഷ്മളമായ ബന്ധം പൗലോസ് മുഖാന്തരം തിമോത്തിയോസിന് ലഭിച്ചിട്ടുള്ളതുകൊണ്ടാണ് എന്റെ മകനെ എന്നവനെ സംബോധന ചെയ്യുന്നത്. അവൻ ദൈവ ഭവനത്തിന്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗമാണ് എന്ന് പറയുന്നു. അങ്ങനെ 2 തിമോത്തി 2:1 ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരാണ് ദൈവത്തിന്റെ ഭവനം. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ആ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നീ മറ്റുള്ള പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക എന്ന് പൗലോസ് പറയുന്നു. ഇത് വാസ്തവത്തിൽ ദൈവസഭയെ ഒരു ട്രഷറിയോടാണ്, ഒരു ഭണ്ഡാരത്തോടാണ് പൗലോസോടെ ഉപമ ചെയ്യുന്നത്. ദൈവസഭയ്ക്ക് പല ഉപമകളും ഉപമാനങ്ങളും വേദപുസ്തകം നൽകിയിട്ടുണ്ട്. അതിൽ തിമോത്തിയോസിന് ലേഖനം 2-ാം അധ്യായത്തിൽ മാത്രം ദൈവസഭയുടെ 8 വ്യത്യസ്ത ചിത്രങ്ങൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നതാണ് ഞാൻ ഈ ചെറിയ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ കമ്മിറ്റ് ഫലമേൽപ്പിക്കുക എന്നതിന് ഡെപ്പോസിറ്റ്, അതായത് നിക്ഷേപിക്കുക എന്ന വാക്കാണ് അതിന്റെ അർത്ഥം. ഫലമേൽപ്പിക്കുക എന്ന് വെച്ചാൽ നിക്ഷേപിക്കുക എന്നാണ്. അതായത് സുവിശേഷത്തിന്റെ സത്യം പൗലോസ് തിമോത്തിയോസിനെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തിമോത്തിയോസിൽ സുവിശേഷത്തിന്റെ സത്യം പൗലോസ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് പൗലോസിനെ ഫലമേൽപ്പിച്ചത് കർത്താവായ ക്രിസ്തുയേശുവാണെന്ന് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു. 1 തിമോത്തി 1:11 നമുക്ക് വായിച്ചിങ്ങനെ കേൾപ്പിക്കാം. അവിടെ വായിക്കുന്നത്, ധന്യനായ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന തേജസ്സുള്ള സുവിശേഷത്തിന് അനുരൂപമായിട്ടുള്ളതാണ് ഈ പദ്യോപദേശം. ധന്യനായ ദൈവം പൗലോസിനെ ഫലമേൽപ്പിച്ചാണ് ഈ സുവിശേഷത്തിന്റെ സത്യം. അത് പൗലോസ് തിമോത്തിയോസിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അതുകൊണ്ടാണ് തിമോത്തിയോസ് ലേഖനം തന്നെ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ ആലയം എന്ന പ്രയോഗം പൗലോസ് 1 തിമോത്തി 3:15 പറയുന്നു. ഞാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ ദൈവസഭയിൽ നീ എങ്ങനെ പെരുമാറണം എന്ന് നീ അറിയേണ്ടതിന് ഞാനിത് നിനക്ക് എഴുതുന്നു. എന്നിട്ടാണ് പറയുന്നത്, വളരെ കർത്താവായ ഈ സുവിശേഷത്തിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പോലും പറയാം. എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യക്ഷത? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമമാമണം വലുതാകുന്നു എന്ന് പറഞ്ഞാണ് പൗലൂസ് ആ വാക്യം നിർത്തുന്നത്. ദൈവം വാസ്തവത്തില് തന്റെ ജനത്തിൽ, അതായത് രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ദൈവജനത്തിന്റെ ഇടയിൽ ഒരു വലിയ നിക്ഷേപം ചെയ്തിട്ടുണ്ട്. എന്താണ് നിക്ഷേപം? സുവിശേഷത്തിന്റെ സത്യം, അതായത് ദൈവവചനത്തിന്റെ സത്യം. അത് വിശ്വസ്തരായ വിശ്വാസികളെയാണ് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാരെയാണ് സഭയുടെ പരിപാലനം സംബന്ധിച്ച്, അതെങ്കിലും വിശ്വാസികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഈ വലിയ സത്യം അവർക്ക് പ്രയോജനഭവിക്കുവാൻ അവരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം പൗലോസിനെ ഏൽപ്പിച്ചു, പൗലോസ് തിമോത്തിയോസിനെ ഏൽപ്പിച്ചു. തിമോത്തിയോസിനോട് പറയാണ്, ഞാൻ നിങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സത്യം എന്ത് ചെയ്യുക? വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. അപ്പൊ വാസ്തവത്തില് ദൈവസഭയുടെ വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ച ഈ ഭണ്ഡാരം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അത് സൂക്ഷിക്കുമ്പോൾ തന്നെ അത് വിശ്വസ്തരായ മറ്റുള്ള ആളുകൾക്ക് ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ സത്യവചനം മറ്റുള്ളവരെ അറിയിക്കുവാൻ, അവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ഉള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ദൈവത്തിന്റെ സഭയ്ക്കാണ്, സഭയുടെ അംഗങ്ങളായ വീണ്ടും ജന്മം പ്രാപിച്ച വിശുദ്ധന്മാർക്കാണ്. ഇനി 3-ാമത്തെ ചിത്രം, ദൈവത്തിന്റെ സൈന്യം. അതിന്റെ 3-4 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നു. അപ്പോ തിമോത്തിയോസിനെ അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച ആ വിളിയെ സംബന്ധിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 16:3 നമ്മൾ വായിക്കുന്നുണ്ട്. തിമോത്തിയോസ് പൗലോസിനൂടെ പോരണം എന്ന് അവൻ ആഗ്രഹിച്ചു എന്ന് വായിക്കുന്നു. അവിടെ വാസ്തവത്തില് പോരുക എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കൂടെ കഥ്യത്വാനം ചെയ്യുന്ന സുവിശേഷ പോർക്കളത്തിലെ ഒരു പടയാളിയായി, കൂട്ടുപ്രവർത്തനായി കൂടെ പോരേണ്ടത് പൗലോസ് അവനെ ചേർത്തുകൊണ്ടുവൻ ആഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അവിടെ മുതല് തിമോത്തിയോസിനെ എൻലിസ്റ്റ് ചെയ്തു.
ഈ പടയാളിയായി എൻലിസ്റ്റ് ചെയ്തു. അവൻ ക്രിസ്തീയ ശുശ്രൂഷനായി സുവിശേഷ പോർക്കളത്തിൽ ചേർന്നിരിക്കുകയാണ്. വാസ്തവത്തില് അങ്ങനെ സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും അപ്പോസ്തലൻ പറയാണ്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നു. അവിടെ വായിക്കുന്നത് നീയും ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി എന്നോട് കഷ്ടം സഹിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, രക്ഷയുടെ നായകൻ ആരാണ്? കർത്താവായ യേശുവാണ്. നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തു നമ്മെ തന്റെ സുവിശേഷ പോർക്കളത്തിലെ ഭടന്മാരായി നമ്മെ ചേർത്തതുകൊണ്ട് രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെ ചെയ്യണം, നാം പിൻവരണം. ക്രിസ്തീയ വിശ്വാസികൾ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് ദുർഘട മേടുകൾ കൂടി കടന്നു പോകേണ്ടവരാണ്. പഴയകാലത്തിന്റെ ബാല്യകാലത്ത് മാതാപിതാക്കൾ പഠിപ്പിച്ചതും ഞങ്ങൾ പാടിയതുമായ പാട്ടുന്നുണ്ട്, ഒരു ശീലമുണ്ട്. പല ദുർഘട മേടുകൾ ഏറണം, പല പാടുകൾപ്പെട്ട് നാം പോകണം, പല ദുർഘട മേടുകൾ ഏറണം, പലരാലും ഉപദ്രവമേൽക്കണം, ഒരു നാളിൽ പ്രിയനോട് കൂടെ വാഴാൻ. ഹാ ചിന്തിക്കുകിൽ പരദേശികൾ, വെറും അന്യർ നാം ഈ ഭൂമിൽ നിലയില്ല വാസമോർക്കി. അവിടെ പറയാം, പല പാടുകൾപ്പെട്ട് നാം പോകണം, പല ദുർഘടമേടുകൾ ഏറണം, പലരാലും ഉപദ്രവമേൽക്കണം, ഒരു നാളിൽ പ്രിയനോട് കൂടെ വാഴുവാൻ. തിമോത്തിയോസിന് ചില പ്രയാസങ്ങളും നിരാശയുടെ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉപദ്രവങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടായി വന്നു. എന്നാൽ പൗലോസ് പറയുകയാണ്, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഇങ്ങനെയുള്ള എതിർപ്പുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ ഇതൊക്കെ വാസ്തവത്തിൽ ഉണ്ടാകാറുണ്ട്. ക്രിസ്തുയേശുവിന്റെ എല്ലാ ഭടന്മാരും പടചേർത്ത രക്ഷാനായകനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ആ വലിയ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിഷയമല്ല. അവർ ലോയൽറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഷുഡ് ബി കോൺസെൻട്രേറ്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷാനായകനിലേക്കായിരിക്കണം നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ സമർപ്പണവും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പടയേർത്തവനെ പ്രസാദിപ്പിക്കുന്ന യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ, അതായത് സ്വന്തം താല്പര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. നാലാമത് മറ്റൊരു ചിത്രം പൗലോസ് പറയുന്നു, അതായത് 5-ാം വാക്യമാണ്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ദൈവത്തിന്റെ ഒരു ടീം വർക്കാണ് ദൈവസഭ എന്ന് പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആദ്യം 4 ചിത്രങ്ങളാണ് ഞാൻ ഇന്ന് ഓർപ്പിക്കുന്നത്. 1 ദൈവത്തിന്റെ ഭവനം, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 ദൈവത്തിന്റെ ഭണ്ഡാരം, 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 3 ദൈവത്തിന്റെ സേന, അത് 2-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. 4 ദൈവത്തിന്റെ ഒരു ടീം, അതായത് ഒരു പ്രവർത്തക സജ്ജമാകുന്ന ഒരു കൂട്ടം എന്താ വായിക്കുന്നത്. അവിടെ പൗലോസ് പറയാണ്, പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഏതാണ്ട് 2 ഡസനിലധികം കായിക ലോകത്തെ പ്രയോഗങ്ങൾ പൗലോസ് തന്റെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിമോത്തിയോസിന്റെയും മറ്റ് പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. കായിക ലോകത്ത് ഉപയോഗിക്കുന്ന ബോക്സിങ്, റെസ്ലിംഗ്, റണ്ണിങ്, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളും പൗലോസ് ഉപയോഗിച്ച് കാണുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ യവനായരുടെയിലും റോമാക്കാരുടെയിലും ഈ കായികപരമായ പല കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കായിക പ്രയോഗങ്ങൾ, റോമൻ ലോകത്തായിരിക്കുന്ന പൗലോസ് കായിക മേഖലയിലെ പദപ്രയോഗങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്നത് ഒളിമ്പിക് ഗെയിംസിനെ സംബന്ധിച്ചുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അവിടെ പറയുമ്പോൾ എന്താ പറയുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. വാസ്തവത്തില് അവൻ എത്രമാത്രം കഴിവുള്ളവനാണെങ്കിലും, അവന് എത്രമാത്രം കഴിവുള്ള ഒരു കായിക താരമാണെങ്കിലും, അവന് ഒരു പക്ഷെങ്കില് ഓടി ജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാലും നിയമം അല്ലെങ്കിൽ റൂൾസ്, നിയമാവലികൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ അവന് ലഭിച്ച ആ വിജയമായി കണക്കാക്കുകയില്ല എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളെ ഓട്ടക്കളത്തിൽ ഓടുന്നവരായിരിക്കാം, മല്ല് കെട്ടുന്നവരായിരിക്കാം, നമ്മള് ഒരുപക്ഷെ ജയാളികളായി തീർന്നു എന്നും വരാം. എന്നാൽ റൂൾസ് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ മല്ലിന്റെ അല്ലെങ്കിൽ ഓട്ടത്തിന്റെ നിയമാവലികൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. നമ്മെ അയോഗ്യരായി പ്രഖ്യാപിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം?
നമ്മൾ കിരീടം പ്രാപിക്കാൻ, സ്ട്രൈവ് ഫോർ ദ മാസ്റ്ററീസ്, കിരീടം പ്രാപിക്കാനായി ഓടുക. ക്രിസ്ത്യ ജീവിതം ഒരു കളിക്കളമല്ല, അതൊരു പോർക്കളമാണ്. ഇതൊരു ഓട്ടക്കളമാണ്. ഇവിടെ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഗെയിമിലൊക്കെ കണ്ടന്റ് ചെയ്തു എന്ന് വരാം, പക്ഷെ പോരാ. നമ്മൾ ചെയ്യണം വളരെ വ്യക്തമായി അതിനാവശ്യമായ ശിക്ഷണം, അതിനാവശ്യമായ സമർപ്പണം, അതിനാവശ്യമാകുന്ന നടത്തിപ്പ്, അല്ലെങ്കിൽ ഇതെല്ലാം അതിന്റെ എല്ലാ ക്രമവും ഭംഗിയായി യോജിച്ചു വന്നിട്ട് ഒരു ടീം വർക്കായി ദൈവസഭ അത് കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ദൈവസഭയിലുള്ള ഓരോ വിശ്വാസികളും, അതുപോലെ തന്നെ ആ ദൈവസഭയിലെ എല്ലാ വിശ്വാസികളും വാസ്തവത്തിൽ ഒരു ടീമായി ഒന്നിച്ചു നിന്ന് കർത്താവിന് വേണ്ടി പോർവരുതുകയാണ്, കർത്താവിന് വേണ്ടി മുന്നേറുകയാണ്. അങ്ങനെ വരുമ്പോൾ പറയാണ്, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ധാരാളം ആത്മീക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ടീം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, സുവിശേഷ മേഖലയിൽ വളരെ വ്യാപൃതരായിരിക്കാം, ആത്മീക മേഖലയിലെ പല ശുശ്രൂഷകളിലും നമ്മൾ ഭാഗവാക്കുകളായി എന്ന് വരാം, നമുക്ക് ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടായി എന്ന് വരാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവയിലെല്ലാം എന്ത് ചെയ്യണം? അതിപ്രധാനമായ വിഷയം നമ്മള് ദൈവവചനപ്രകാരം അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവം നിർദ്ദേശിക്കുന്ന ദൈവവചനപ്രകാരമല്ല നമ്മുടെ ഈ ആത്മീക ശുശ്രൂഷകൾ നാം മുന്നേറുന്ന എങ്കിൽ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്തു എന്ന് അവകാശപ്പെടാൻ സാധിക്കും, എന്നാൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പൊ ദൈവത്തിന് അംഗീകാരയോഗ്യമായതും ദൈവം ആദരിക്കുന്നതും ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നതുമായ ശുശ്രൂഷകൾ അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് വചനത്തിന്റെ അകത്ത് നിന്ന് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ദൈവവചനപ്രകാരം അല്ലാതെ നമുക്ക് ആരാധന സംഘടിപ്പിക്കാൻ കഴിയും. ദൈവവചനത്തിന്റെ റൂൾസ് പാലിക്കാതെ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റും. ദൈവവചനത്തിന്റെ നിയമാവലികളെ അനാദരിച്ചുകൊണ്ട് പല സംഘടനാ പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും. വാട്ട് ഈസ് റിക്വയർഡ് ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ ഈസ് ടു റൺ ദ റേസ് വിതിൻ ദ റൂൾസ്. അതായത് ദൈവം നൽകിയിട്ടുള്ള നിയമാവലികൾ പ്രകാരം നമ്മുടെ ജീവിത ഓട്ടം മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാ? ദൈവസഭയുടെ 4 ചിത്രങ്ങൾ. 1 അത് ക്രിസ്തീയ ഭവനം, 2 ദൈവത്തിന്റെ ഭണ്ഡാരം, 3 ദൈവത്തിന്റെ സൈന്യം, 4 ഒരു ടീം വർക്ക്. പ്രിയമുള്ളവരെ, ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഈ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവസഭയുടെ 8 പ്രതീകങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ അവബോധം നമുക്കുണ്ടാകണം. നാം ദൈവത്തിന്റെ ഭവനാംഗങ്ങളാണ്. ദൈവം ഒരു വലിയ ഭണ്ഡാരം, ഒരു ട്രഷറി നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വിശ്വസ്തരായവരെ ഫലമേൽപ്പിക്കുവാൻ നമുക്ക് കടപ്പാണ്. നാം പഠിച്ചതും നാം നിശ്ചയം പ്രാപിച്ചതും നമ്മെ പഠിപ്പിച്ചതും നമ്മുടെ പിതാക്കന്മാർ കഷ്ടം സഹിച്ചുകൊണ്ട് നമ്മിലേക്ക് പകർന്നു തന്നതുമായിട്ടുള്ള ഉപദേശത്തിന്റെയും പ്രായോഗികതയുടെയും ജീവിത വിശുദ്ധിയുടെയും പ്രമാണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നാം പാലിക്കുക മാത്രമല്ല, വിശ്വസ്തരായ മറ്റുള്ളവരെ, നമ്മുടെ യങ്ങർ ജനറേഷനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യങ്ങർ തലമുറ, യുവതലമുറയെ അവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നാം സ്വീകരിക്കുന്ന വിശ്വാസം അത് പരിപാലനമാണെന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, നമ്മുടെ യങ്ങർ ജനറേഷൻ പറയണം. എന്തുകൊണ്ടാണ് ഞാൻ വേർപാട് വിശ്വാസിയായി ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ വേർപാട് സഭ തന്നെ ദൈവത്തെ ആരാധിപ്പാൻ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ വേർപെട്ട സഭാവിഭാഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്? അതിന്റെ റീസൺ നമ്മൾ ഇതിന് വില കൊടുത്തവരാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ ജീവിതത്തിന് വില കൊടുത്തവരാണ്, തന്റെ തലമുറകളാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ സത്യം പറഞ്ഞ് നമ്മുടെ തലമുറകൾ കൊടുക്കുകയും അവരെ നമ്മോട് ചേർത്ത് പിടിക്കുകയും നാം മുറുകെ പിടിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് തെല്ലും അവർ വ്യതിചലിക്കാതെ അല്ല അകന്നു പോകാതെ അതിൽ നിലനിൽക്കി നിർത്തിക്കൊണ്ട് പോകത്തക്ക നിലയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നാം ഉത്സാഹിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മള് എണ്ണത്തിലും ഗുണത്തിലും കുറവില്ലാത്തവരായി ദൈവസനിൽ ശോഭിപ്പാൻ ഇടയാക്കിയിരണം. ഞാനിങ്ങനെ പറയുന്നില്ല നമ്മളെല്ലാവരും വളരെ പെർഫെക്റ്റ് ആണെന്ന്. നൺ ഓഫ് us are perfect in the sight of God. നമ്മൾ ആരും ദൈവസ്ഥലങ്ങനെ പൂർണ്ണതയുള്ളവരല്ല. ബട്ട് വി ക്യാൻ ബി ഓപ്പൺ ടു. നമ്മള് തുറന്ന മനസ്സുള്ളവരായിരിക്കാൻ സാധിക്കണം. നമ്മുടെ തലമുറകളോട്, നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് പറയണം, ഇതാണ് ശരിയായ വിശ്വാസം, ഇതാണ് ശരിയായ മാതൃക, ഇതാണ് ശരിയായി നിലകൊള്ളേണ്ട, സ്വീകരിക്കേണ്ട, കൈക്കൊള്ളേണ്ട നിലപാടുകൾ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷ, മാനസാന്തരം, രക്ഷ, വിശ്വാസം, സ്നാനം, അപ്പോസ്തലിക കൂട്ടായ്മ, ഉപദേശം കേൾക്കുക, പിന്നെ കൂട്ടായ്മ ആചരിക്കുക, കർത്താവിന്റെ മേശയുടെ പങ്കാളികളായി തീരുക. ഇതെല്ലാം ദൈവസഭയുടെ മൂല്യമുള്ള, മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ഉപദേശ സത്യങ്ങളാണ്.
ഇതിനപ്പുറത്ത് തിരഞ്ഞാൽ വേറെ മെച്ചമായ ഒന്ന് കിട്ടാൻ കഴിയുകയില്ല. സഭാചരിത്രത്തിലെ ഏറ്റവും മെച്ചമായിരിക്കുന്ന ഉപദേശ സംഹിതയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് ഈ പുതിയ നിയമകാലത്തിനുള്ളത്. അതിന്റെ ഗുണഭോക്താക്കളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തിരഞ്ഞെടുത്ത് ഈ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു ഇതിന്റെ ഗുണഭോക്താക്കളാക്കി നമ്മെ തീർത്തു എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ 880 കോടി ആളുകളിൽ അപൂർവമായ നമ്മുടെ ചെറിയ ഈ കൂട്ടങ്ങൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തില് ഒരു വിശ്വാസിയായി നിലകൊള്ളുവാൻ എന്നെ കൂടെ ദൈവം തെരഞ്ഞെടുത്ത് ഈ സ്വർഗീയ പ്രകാശത്തിന്റെ ഓരിക്കാരനാക്കി കർത്താവ് തീർത്തല്ലോ എന്നുള്ളത് എന്നെ വളരെയധികം ആനന്ദ കൊതുകൻ ആക്കുന്നു. അല്ലെങ്കിൽ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അതല്ലെങ്കിൽ ഇന്ന് ഇതിന്റെ പുറകില് മൗഢ്യമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, മിഥ്യമായ അന്ധവിശ്വാസങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, സത്യമല്ലാത്ത ഭക്തിവിരുദ്ധമായ ജൽപ്പനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഞാനും കഴിഞ്ഞുകൂടുമായിരുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഇതാണ് ഏറ്റവും പരമമായ സത്യം. ഒരു നല്ല വിശ്വാസിയായി, പുതിയ നിയമ വിശ്വാസിയായി നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ ഇന്ന് വിട്ടുവീഴ്ചകൾ കാണിക്കുന്ന വിഭാഗങ്ങളിലേക്ക് ആ പിള്ളേരൊക്കെ ചാടുന്നു. ആ പാടില്ല. നമ്മൾ അറിഞ്ഞതും പിതാക്കന്മാർ നമുക്ക് പ്രകാശിപ്പിച്ചു എന്നതും നമുക്ക് നിശ്ചയം പ്രാപിച്ചതുമായ ദൈവവചന സത്യങ്ങളിൽ, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ, ദൈവവചനത്തിന്റെ പരമാർത്ഥമായ ഉപദേശ സത്യങ്ങൾ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ തലമുറകൾക്കും യുവതലമുറകൾക്കും സാധിക്കണം. എവിടെയും ചാടിപ്പോകണ്ട. അല്പം ആട്ടവും അല്പം ചാട്ടവും അല്പം ആർഭാടങ്ങളും പിന്നെ അല്പം ആഡംബരങ്ങളും പിന്നെ അല്പം എക്സസ് ആയിട്ടുള്ള ഫ്രീഡവും ഒക്കെ ലഭിക്കുന്ന കൂടുതലുകളൊക്കെ നോക്കിയാ ഇപ്പോഴത്തെ യങ്ങ ജനറേഷൻ ഒക്കെ ജമ്പ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കാതിനിമ്പമായും പിന്നെ മനസ്സിന് കുതുകമായും തോന്നിയേക്കാം. പക്ഷെ അത് ആത്മാവിന് അനുഗ്രഹമായ കാര്യങ്ങളല്ല. പഠിച്ചും നിശ്ചയവും പ്രാപിച്ചതായ സത്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉറച്ചു നിൽക്കണം. മറ്റുള്ളവരെ അതിനായി ഉറപ്പിച്ച് നിർത്തുവാൻ നമ്മൾ ബന്ധപ്പെടുകയും ചെയ്യണം. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ലഭിച്ച പ്രകാശത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് തുടർന്നും നമുക്ക് ഏവർക്കും കൃപ തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ കൂട്ടുസോവൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്. താങ്ക് യു.